ഹായ് ഡിയേഴ്സ്, കലാദർപ്പണയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രാവലോഗ് ചെയ്യാൻ പോവുകയാണേ. ഒരു 10-14 ദിവസത്തെ ലീവിന് ശേഷം വീണ്ടും ഷൂട്ടിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ ചെറിയൊരു മടി ഇല്ല. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് വൈകുന്നേരത്തെ മാവേലിക്ക് കയറും. നാളെ രാവിലെ ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്തും. എന്നിരുന്നാലും ആ ഒരു യാത്ര എന്ന് പറയുന്നത് കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങാനൊരു മടി. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാധാരണയായിട്ട് ഞാനും ഹസ്ബൻഡാണ് പോവാറ്. ഇപ്രാവശ്യം മോനും കൂടി ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത ഈ യാത്രയ്ക്കുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം എന്തൊക്കെയാണെന്ന്. ഷൂട്ടൊക്കെ കഴിഞ്ഞു. അതായത് ഇന്ന് രാവിലെയാണ് എത്തിയത്. നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം ഷൂട്ട് കഴിഞ്ഞു. നമ്മളിപ്പോൾ റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ട്രെയിൻ 2 മണിക്കേ ഉള്ളൂ. ഇപ്പോൾ സമയം 10 മണി 10:15 ഉള്ളൂ. അപ്പോൾ 2 മണി വരെ ഞാനിങ്ങനെ പോസ്റ്റ് ആവണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊരാളെ ഒരു ഗസ്റ്റിനെ കിട്ടി. ഗസ്റ്റിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, സൂര്യ ചാനലിലെ ഹൃദയം എന്ന് പറയുന്ന സീരിയലിൽ അമ്മ ക്യാരക്ടർ, നായകൻ്റെ അമ്മയായിട്ട് ചെയ്യുന്ന രസിത. ആളും കണ്ണൂർക്കാരിയാണ്. ഏതായാലും നമ്മളിപ്പോൾ ആളെ കണ്ട സ്ഥിതി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. എന്തായാലും ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കണ്ണൂരും കാസർഗോഡും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോഴുള്ള ഒരു സന്തോഷം. ഇവിടെ വന്നിരുന്നിട്ട് നമ്മളെ ഭാഷ പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനുണ്ട് എങ്ങനെ എനക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ട്രോളി കൊല്ലുന്നുണ്ട് എല്ലാവരും കൂടി. പക്ഷേ എൻജോയ് ചെയ്യുന്നുണ്ട്, അവരും എൻജോയ് ചെയ്യുന്നുണ്ട്, ഞങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് സീരിയലിലേക്ക് കടന്നു വന്നത്? സീരിയലിലേക്ക് ഞാൻ റീൽസൊക്കെ ചെയ്യുന്നു. ടിക്ടോക്ക്, ആ സമയത്ത് ടിക്ടോക്കായിരുന്നു എടുക്കുന്നത്. അപ്പോൾ ടിക്ടോക്ക് വീഡിയോസൊക്കെ ചെയ്ത് അത് ഞാൻ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസാക്കി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഉണ്ണിയേട്ടൻ, ഉണ്ണി കുരുട്ടാൻ ഡയറക്ടർ ഉണ്ണിയേട്ടൻ ഫോൺ ചെയ്തതും ജയമർ സാറിൻ്റെ വർക്ക്, പ്രൊഡ്യൂസർ ജയമർ സാർ അതിൻ്റെ വർക്കിലേക്ക് പളുങ്ക് ആ സീരിയലിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എൻട്രി. ഇപ്പം ഹൃദയം എന്ന് പറഞ്ഞത് സെക്കൻഡ് സൂര്യയിലില്ല. പിന്നെ ഇപ്പോൾ ശരിക്കും കണ്ണൂർ എവിടെ ശരിക്കും സ്ഥലം പറയുന്നത്? മുഴപ്പിലങ്ങാട്. അപ്പോൾ നമ്മളുടെ ഒരു നാട്ടുകാരികളാണെന്നുള്ള കാര്യത്തിൽ അഭിമാനിക്കാം. കാര്യം നമുക്കിപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് അറിയുന്നത് ഇന്ന ആക്ട്രസ് ഇന്ന സ്ഥലത്താണ്. ഇപ്പോൾ കണ്ണൂരും കാസർഗോഡും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആക്ട്രസും ആക്ടേഴ്സും ഒക്കെ ഉള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മറ്റ് നമ്മൾ പറയാറ് എന്താ, ഇതൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റിയ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. തിരുവനന്തപുരം വരെയുള്ള ഷൂട്ടിങ്ങല്ലേ, തിരുവനന്തപുരത്ത് നിന്നല്ലേ കൂടുതൽ ഈ ഭാഗത്തുള്ളവരല്ലേ ആക്ടിങ് മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ പെടാൻ പറ്റില്ല, എണ്ണിയാൽ തീരാത്തത്ര ആക്ടേഴ്സാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആ ഏരിയ എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രകൾ വളരെ നിസ്സാരമല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടി. എല്ലാവരും ഇങ്ങനെ കൊതുകിൻ്റെ കടിയും കൊണ്ട് ഇരിക്കാം. അപ്പോൾ നമ്മളിതാ 2 മണിയായി. വണ്ടി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് തുറന്നു വെച്ചത് കൊണ്ട് കയറാൻ പറ്റി. നല്ല മഴയാണ് ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഏകദേശം 3 മണി ആവുന്ന പറഞ്ഞു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും ഒരു സമാധാനം, ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. പുറത്തുനിന്ന് കൊതുകടി കൊള്ളണ്ടല്ലോ. നൈറ്റിൽ ഒരിക്കലും ടിക്കറ്റ് എടുക്കാൻ പാടില്ല. ഇന്നത്തെ ഉറക്കം കംപ്ലീറ്റ് പോയി. ഇപ്പം 2 മണിയായി സമയം. ഇനി 3 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുക ട്രെയിൻ. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നാട് പിടിച്ചിട്ട് അവിടെ കിടന്ന് സമാധാനത്തിൽ ഉറങ്ങാം. ഒരു ഗസ്റ്റ് കൂടി, മാംഗല്യം. എല്ലാ സീരിയലുകാരും ഒരേ കമ്പാർട്ട്മെന്റിലേക്ക് എത്തി. ഹായ്, ഗുഡ് മോർണിംഗ്. 11:15 പക്ഷേ എന്താ പറയേണ്ടത്, ഫാസ്റ്റ് എങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ കിടന്ന് ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇപ്പം 11:15 എന്ന് പറയുമ്പം അവിടുന്ന് കോഴിക്കോട് എത്തിയ സമയത്ത് ഇലയുടെ വാങ്ങി, ഇലയുടെയും പഴംപൊരിയൊക്കെ വാങ്ങി. പക്ഷേ ഞാൻ
എടുക്കാറില്ല, അതുകൊണ്ട് ഒഴിക്കൂല, അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി. അപ്പം ഇലയുടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ കാഞ്ഞങ്ങാടിക്ക് എത്താൻ, നമ്മുടെ സ്റ്റോപ്പിലേക്ക് എത്താൻ ഏകദേശം ഒരു 1:30 ആവും. അപ്പം അവിടെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ചായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഏകദേശം സെറ്റായി. കാരണം ട്രെയിൻ 3 മണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എത്തുന്നില്ല രീതിയിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. എല്ലാം പാളിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ 1:30ക്ക് നാട് പിടിച്ച ശേഷം ബ്രഞ്ച്. ഓക്കെ, കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് മിസ്സിങ് ആയിരിക്കും. ഒന്നാമത്തെ മിസ്സായിട്ടുണ്ടാവില്ല, നമ്മളവിടെ സ്റ്റേഷനിൽ ഇറങ്ങി ഉടനെ ലൊക്കേഷൻ വണ്ടി വന്നതും പോകുന്നതും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചത് നടന്നില്ല. പ്രത്യേകമായിട്ടൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇറങ്ങി അവിടെ വണ്ടി വെയിറ്റ് ചെയ്യാൻ പോയി നിന്നെടുക്കുന്ന കാക്ക പണി പറ്റിച്ചു. പിന്നെ അത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഫുൾ മൂഡ് ഓഫ് ആയി. അപ്പം അതുകൊണ്ട് ആ ഒരു വീഡിയോ മിസ്സായിട്ട്. ഇപ്പോൾ സമയം 2:30 നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ.